ഇന്ന് നമ്മൾ ഒരു 1 kg റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പോഞ്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ടൊരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡറാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. അല്ലെങ്കിൽ 2-3 തവണ അരിച്ചെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയ്ക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 മുട്ടയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നല്ല ക്രീമി ആയി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര 2-3 തവണയായിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് ഒരു വിസ്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ കുറേശ്ശെ ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചിട്ടാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടുള്ള ഒരുപാട് കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സൂപ്പർ റെഡിൻ്റെ ജെൽ കളറാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കളറില്ലെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ കളറൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 7 ഇഞ്ചിൻ്റെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള പാനിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തണുത്തതിന് ശേഷം ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ കൂടെ കുറച്ച് പാലും കൂടെ മിക്സാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റോ ഗനാഷാക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. വീണ്ടും അതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ സെക്കൻഡ് ലെയറും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതും ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതോടെ ക്രം കോട്ടൊക്കെ ചെയ്ത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഫൈനൽ കോട്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് അത്യാവശ്യം ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ വരച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ക്രംസ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ നിന്ന് ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാനിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കേക്കിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ ഒരു ഡ്രോപ്പ് റെഡ് കളർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലായിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ ഒരു ഡ്രോപ്പ് റെഡ് കളർ ചേർത്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അത് 4 സൈഡിലും മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു 3 റോസ് ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സൈഡിൽ ബോർഡർ വരച്ചിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള ക്രീം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്